കോഴിക്കോട് തീപിടുത്തമുണ്ടായ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ അന്വേഷണ സംഘം പരിശോധന നടത്തും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിലാവും പരിശോധന. ഞായറാഴ്ച വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. സംഭവത്തിൽ ചീഫ് സെക്രട്ടറി കോഴിക്കോട് ജില്ലാ കളക്ടറോട് വിശദീകരണം തേടി. ഞായറാഴ്ച വൈകിട്ടാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന മൊത്ത വസ്ത്രവ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത്. കോഴിക്കോട് ബീച്ച്, മീൻചന്ത, വെള്ളിമാടുകുന്ന് തുടങ്ങി നഗരത്തോട് ചേർന്നുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഫയർ യൂണിറ്റുകൾ എത്തിയത്. പിന്നീട് ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ കൂടി എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സന്ദർഭത്തിനനുസരിച്ച് മികച്ച രീതിയിൽ ഫയർഫോഴ്സും പോലീസും പ്രവർത്തിച്ചുവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. നമ്മുടെ ഫയർഫോഴ്സ് ആയാലും ജില്ലാ ഭരണകൂടമായാലും മറ്റു ഉദ്യോഗസ്ഥ സംവിധാനമായാലും പൊതുസമൂഹമാണ് വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പിന്തുണയും നേതൃത്വവും നൽകിയിരിക്കുന്നത്. അത് നല്ലൊരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ്. അത് കേരളത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും സവിശേഷതയാണ്. ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രകടനം. മറ്റു കാര്യങ്ങൾ നമുക്ക് സാവകാശത്തിൽ ആലോചിച്ച് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. തീപിടുത്തത്തെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. പോയിട്ടില്ല, കാഷ്വാലിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. താഴെയുള്ള അതെ അത്രേ ഉള്ളൂ. താഴെയുള്ള എല്ലാ ടാങ്കറും LPG സിലിണ്ടറും എല്ലാ ഫ്ലെയിമബിൾ ഒബ്ജക്ട്സ് അത് മാറ്റി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. ആളപായമില്ലാത്തത് ആശ്വാസമായി. കൈരളി ന്യൂസ്, കോഴിക്കോട്.